നമസ്കാരം. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എത്രയോ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ഏതെല്ലാം പാർട്ടികൾ കാലാകാലങ്ങളിൽ വഹിച്ചിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസും PSPയും ഒക്കെ കൈയടക്കി വച്ചിരുന്ന കോർപ്പറേഷൻ്റെ ഭരണം പിന്നീട് അതേ പാർട്ടികളിലെ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് CPMൻ്റെ കൈകളിലേക്ക് വഴുതി വീണത്. പിന്നീട് ഒരിക്കലും അവർ അത് വിട്ടുകൊടുത്തതുമില്ല. വളരെ ചുരുങ്ങിയൊരു കാലയളവിലേക്ക് മാത്രമാണ് CPM വിട്ടുവന്ന സ്റ്റാൻലി സത്യനേശന് UDF പിന്തുണയോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിഞ്ഞത്. അത് അന്നും കോൺഗ്രസിന് മേയർ സ്ഥാനം ലഭിച്ചിട്ടില്ല. സ്റ്റാൻലി സത്യനേശൻ തന്നെയായിരുന്നു മേയറായിരുന്നത്. പിന്നെയും എത്രയോ കാലം കടന്നുപോയി. പക്ഷേ ഒരിക്കലും കോൺഗ്രസ്സിന് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൽ എത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് BJP കടന്നു വരുന്നത്. BJPക്ക് തിരുവനന്തപുരം നഗരത്തിൽ ആഴത്തിൽ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ പരമ്പരാഗത ശൈലിയിലുള്ള അവരുടെ വോട്ടുപിടുത്തമൊക്കെ തന്നെയായിരുന്നിരിക്കാം ഒരുപക്ഷെ BJPയെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയാത്തതിന് കാരണമായി മാറിയത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുന്നു. ഇതാ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, രാജീവ് ചന്ദ്രശേഖർ എന്ന അതിബുദ്ധിമാനായ തികഞ്ഞ പ്രൊഫഷണലായ ടെക്നോക്രാറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ പലരും, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വലിയ പരിചയമില്ലാത്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പരിചയമൊന്നും ഇല്ലാത്ത ആളാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഈ പാർട്ടി കൂടുതൽ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് മൂക്കുകുത്തും എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ കാലം മാറിയ കാര്യം ഈ ഇവിടുത്തെ നേതാക്കന്മാരോ മറ്റ് രാഷ്ട്രീയ കക്ഷികളോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് പുതിയൊരു കാലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. പരമ്പരാഗത ശൈലികളെ അദ്ദേഹം മൊത്തം മാറ്റിമറിക്കുകയും വളരെ കൃത്യമായി ഒരു പ്രൊഫഷണലിൻ്റെ കൈയടക്കത്തോടുകൂടി അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും BJP സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ തന്നെ വളരെ സമർത്ഥമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. അത് മറ്റാരും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തതും. ഒരു പ്രൊഫഷണലിനെ പോലെ, ഒരു ടെക്നോക്രാറ്റിനെ പോലെ പുതിയ തലമുറ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഉന്നത വിഭാഗം അല്ലെങ്കിൽ വളരെ വിദ്യാസമ്പന്നമായ ഒരു വിഭാഗത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ്. വികസനം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ വെറും രാഷ്ട്രീയം പറച്ചിലല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും വിജയിച്ചു എന്ന് വേണം കരുതാൻ. ഇതിന് BJPക്ക് കൂടുതൽ സഹായകരമായി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണത്തെ ഭരണസമിതി കൂടിയായിരുന്നു. ഇന്ത്യയിലെ അത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ച CPMന് ഒടുവിൽ ഈ മേയറെ എങ്ങനെ തലയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് ചെന്നെത്തേണ്ടി വന്നു. എന്നിട്ടും അവർ മേയർ സ്ഥാനത്ത് നിന്ന് ആര്യ രാജേന്ദ്രനെ മാറ്റിയില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉന്നതങ്ങളിൽ അവർക്കെല്ലാം ഉള്ള ബന്ധങ്ങൾ, അവരുടെ ഭർത്താവ് CPMൻ്റെ ഒരു MLA ആണ്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പോലും ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പേരിൽ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ തിരുവനന്തപുരത്തുകാർ ഒരിക്കലും പുറത്തില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഇതൊക്കെ തന്നെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നിർണായകമായൊരു കാലഘട്ടത്തിലൂടെയാണ് BJP തിരഞ്ഞെടുപ്പ് സമയത്ത് കടന്നുപോയത്. തിരുവനന്തപുരത്തെ ഒരു CPM കൗൺസിലറുടെ ആത്മഹത്യയും മറ്റൊരു RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതുമൊക്കെ തന്നെ BJPക്ക് എതിരായി മാറും എന്ന് മാധ്യമങ്ങളും വലിയൊരു വിഭാഗം CPM നേതാക്കളൊക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ഒരു രാഷ്ട്രീയക്കാരുടെ കൗശലത്തിനേക്കാൾ ഉപരി ഒരു പ്രൊഫഷണലിൻ്റെ മികവോടുകൂടി മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയുള്ള കാലത്ത് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് തന്ത്രങ്ങളാണ് നമ്മുടെ പല നേതാക്കന്മാരുടെയും കൈവശമുള്ളത്? തേഞ്ഞ് പഴകിയ പറഞ്ഞു കേട്ട എത്രയോ മുദ്രാവാക്യങ്ങളും ഒരു കാര്യവുമില്ലാത്ത തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ളവർ മനസ്സിലാക്കുമ്പോൾ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്തതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലും വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ജനത്തിന് മനസ്സിലായതിൻ്റെ കൂടി ഫലമായിട്ട് തന്നെയാണ് BJPക്ക് ഇത്രയും വലിയൊരു മിന്നുന്ന വിജയം ഉണ്ടായത്. BJPയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും അവയെല്ലാം തന്നെ കൃത്യമായി മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ചുമതലക്കുന്ന കാലത്ത് പലരും പറഞ്ഞിരുന്നത് ഈ നേതാക്കന്മാരെ ഇദ്ദേഹത്തിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ഓരോരുത്തരുടെയും നിർത്തേണ്ടടുത്ത് നിർത്താനും കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഇനി BJPയുടെ അടുത്ത ലക്ഷ്യം കേരള ഭരണം പിടിക്കൽ തന്നെയാണ്. അതിൻ്റെ നാന്ദി കുറിക്കലാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് കേരളത്തിൻ്റെ തലസ്ഥാനം തന്നെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ
പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ബി ജെ പിക്കാരനായ മേയർ ആയിരിക്കുമെന്ന് അന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ഏതായാലും അക്കാര്യം സഫലമാക്കാൻ അന്ന് ബി ജെ പി നേതാക്കൾ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇനി അടുത്ത തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നത് ബി ജെ പിക്കാരനായ മേയർ ആയിരിക്കുമെന്നുള്ളത് അതൊരു വളരെ നീണ്ടു നിന്ന ഒരു വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുമ്പോഴൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു ചിന്ത ഇവർ തോൽക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നുള്ളത് മാത്രമാണ്. വെറുതെ തോൽക്കാൻ വേണ്ടി മത്സരിക്കാൻ നിൽക്കുന്നു, വോട്ട് മറിച്ചു, വോട്ട് വിൽപ്പന തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ അന്ന് വരുന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർക്കും കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയതന്ത്രവും. ഇനി അങ്ങോട്ടുള്ള നാളുകളിലൊക്കെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടെ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും ബി ജെ പിക്ക് കേരള ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കില്ല എങ്കിൽ പോലും അതിന് അടിത്തറയിടാൻ കഴിയും. കാരണം CPI ഇപ്പോൾ ജീർണതയുടെ അങ്ങറ്റത്ത് നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും വൃത്തികേടും കാണിക്കുന്നവരെയൊക്കെ തന്നെ അംഗീകരിക്കുകയും അഴിമതിക്കാരനെയും വൃത്തികേട് കാണിക്കുന്നതിനും കൂടെ നിർത്തുകയും നല്ല മനുഷ്യരെ പുറത്താക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തം ചെയ്യുന്നൊരു പ്രവണതയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങൾ മാത്രമല്ല, നവമാധ്യമങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യങ്ങളിലൂടെ ഈ നേതാക്കന്മാരുടെ പൊള്ളത്തനം തുറന്നു കാട്ടി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ BJP സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ സുവർണ്ണ നിമിഷമാണ്. ദേശീയ തലത്തിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ കാര്യം ചർച്ച ചെയ്യും. കാരണം കേരളം പോലെയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ആളുകൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് BJPക്ക് അവരുടെ തലസ്ഥാന നഗരത്തെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് നാളെ കേരളത്തിൻ്റെ ഭരണം അവർ ഏറ്റെടുക്കുന്ന ആ ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യ വിജയകരമായ ചുവടുവെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും.